നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. എരമം കുറ്റൂർ പഞ്ചായത്തിലെ വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തെ പാറ പ്രദേശം മാലിന്യ കേന്ദ്രമാകുന്നു. മലയാള നാടകവേദിയിൽ വിവാദങ്ങളുടെ കൊടുങ്കാറ്റായി മാറിയ കണിയാപുരം രാമചന്ദ്രന്റെ ഭഗവാൻ കാലുമാറുന്നു നാടകത്തിന് തൃക്കരിപ്പൂർ നെരുത കലാവേദിയിലൂടെ പുനരാവിഷ്കാരം. NSS ദിനം, സ്കൂളുകളുടെ നേതൃത്വത്തിൽ ദിനാചരണ പരിപാടികൾ. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ PP അശോകൻ മാസ്റ്റർക്ക് സ്കൂളിൽ അനുമോദനം നൽകി. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് K ലീല പതാക ഉയർത്തി. തുടർന്ന് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം PK ശ്രീമതി ടീച്ചർ MP ഉദ്ഘാടനം ചെയ്തു. ഈ സമര പോരാട്ടത്തിലേക്ക് ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള സാമ്പത്തിക നയത്തിനെതിരെ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ രംഗത്തിറങ്ങി എന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ ആഗോളതലത്തിൽ തന്നെ മുതലാളിത്ത രാഷ്ട്രങ്ങളും സാമ്രാജ്യത്വ മുതലാളിത്ത രാഷ്ട്രങ്ങൾ ഈ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ ആയിട്ടില്ല. K ലീല അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P സതീദേവി, K സുകന്യ, K സരള, K ലീല, VP ജാനകി, VV സരോജിനി, PP ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എരമം കുറ്റൂർ പഞ്ചായത്തിലെ വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തെ പാറ പ്രദേശം മാലിന്യ കേന്ദ്രമാകുന്നു. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായാണ് കഴിഞ്ഞ ഭരണസമിതി വ്യവസായ എസ്റ്റേറ്റിന് സമീപം പാറപ്രദേശത്ത് കുഴിയുണ്ടാക്കിയത്. ആദ്യകാലങ്ങളിൽ ഈ പ്രവർത്തനം ഉദ്ദേശിച്ച രീതിയിൽ നടന്നുവെങ്കിലും ഇന്ന് സമീപ പഞ്ചായത്തുകളിലെ മാലിന്യം കൂടി പ്രദേശത്ത് നിക്ഷേപിക്കാൻ തുടങ്ങിയതോടെയാണ് മാലിന്യപ്പാറയായി മാറിയത്. നിലവിൽ ഏതാണ്ട് 1.5 ഏക്കറോളം വിസ്തൃതിയിലാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. മാലിന്യ ശേഖരണത്തിന് കരാറെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ വിവാഹവേദികളിലെയും മറ്റ് ആഘോഷ പരിപാടികളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും ശേഖരിച്ച് ഇവിടെയാണ് നിക്ഷേപിക്കുന്നത്. മാലിന്യം നിറഞ്ഞതോടെ പ്രദേശത്ത് ദുർഗന്ധവും തെരുവുനായകളുടെ ശല്യവും രൂക്ഷമായിരിക്കുകയാണ്. രാത്രികാലങ്ങളിലെത്തിയാണ് മാലിന്യ നിക്ഷേപം നിർബാധം തുടരുന്നത്. മാലിന്യങ്ങൾ വർദ്ധിച്ചതു കാരണം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നിലവിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന അധികൃതർ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ലാത്ര. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിലാത്തറ ഹോപ്പിൽ സ്വീകരണം നൽകി. എനിക്ക് ഇവിടെ നേരത്തെ വരാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മാത്രമാണ് എനിക്കുള്ളത്. ഇത് ഗവൺമെന്റ് തലത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? മറ്റ് ഏതെങ്കിലും ഏജൻസികളുടെ സഹായം ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന കാര്യം ഞാൻ പ്രത്യേകം അതിനുവേണ്ടി നോക്കും. നിങ്ങൾ ഏതായാലും സ്നേഹത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ ഹോപ്പ് എന്ന് പറയുന്ന സ്ഥാപനം. ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഹോപ്പ് ദേശീയ ഉപാധ്യക്ഷൻ MP മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. MP ഉണ്ണികൃഷ്ണൻ, KV രാമചന്ദ്രൻ മാസ്റ്റർ, MP മുരളി, KS സുധ, PU രാജൻ, ഡോക്ടർ ഷാഹുൽ ഹമീദ്, E കുഞ്ഞിരാമൻ, രവീന്ദ്രൻ മാസ്റ്റർ,
KC ബെന്നി, PP കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് ശേഷം ഉമ്മൻചാണ്ടി ഹോപ്പും പരിസരവും ചുറ്റി നടന്നു കണ്ടു. ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹനൻ ഹോപ്പിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുമായി വിശദീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. തൃക്കരിപ്പൂർ നടക്കാവ് നെരൂദ തിയേറ്റേഴ്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നെരൂദ അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. MLA M രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. 20-ാം നൂറ്റാണ്ടിലെ എല്ലാ കാലത്തെയും അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലെയും പ്രധാന കവിയായിട്ടാണ് നെരൂദയെ ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിലിയിലെ കവിയും ഒപ്പം രാഷ്ട്രീയ പ്രവർത്തകനും ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു നെരൂദ. നെരൂദയുടെ പേര് നെരൂദ എന്നുള്ളത് തുരികാനാമായിരുന്നു. പേര് നമുക്ക് കേൾക്കാനും പറയാനും കുറച്ച് പ്രയാസമുള്ള പേരാണ്. നെഫ്താലി റിക്കാർഡോ റയസ് ബസാൾട്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അനുസ്മരണത്തിനോടനുബന്ധിച്ച് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PP അശോകൻ മാസ്റ്റർ, കാസർഗോഡ് ജില്ലാ കർഷക പുരസ്കാര ജേതാവ് അജയൻ വൈക്കത്ത് എന്നിവരെയും അനുമോദിച്ചു. നെരൂദ പ്രസിഡന്റ് PP മനോഹരൻ അധ്യക്ഷത വഹിച്ചു. KP അനിൽകുമാർ, നെരൂദ വനിതാവേദി പ്രസിഡന്റ് KS ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മലയാള നാടകവേദിയിൽ വിവാദങ്ങളുടെ കൊടുങ്കാറ്റായി മാറിയ കണിയാപുരം രാമചന്ദ്രന്റെ ഭഗവാൻ കാലുമാറുന്നു നാടകത്തിന് തൃക്കരിപ്പൂർ നെരൂദ കലാവേദിയിലൂടെ പുനരാവിഷ്കാരം. സംവിധാന മികവിലും പാത്രസൃഷ്ടിയിലും നാടകം കാണികളെ കയ്യിലെടുത്തു. മുപ്പത് വർഷങ്ങൾക്കപ്പുറം KPSC രംഗവൽക്കരിച്ച കണിയാപുരം രാമചന്ദ്രന്റെ രചനയിലുള്ള ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും ജാതിമത വ്യവസ്ഥകൾക്കുമെതിരെ നർമ്മം ചാലിച്ച സംഭാഷണങ്ങളുമായി അരങ്ങത്ത് വന്ന നാടകത്തിന്റെ പ്രമേയം വിവാദത്തിന്റെ കൊടുങ്കാറ്റുയർത്തിയിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രമേയത്തിന് പ്രാധാന്യമുണ്ടെന്നതിന്റെ തിരിച്ചറിവാണ് തൃക്കരിപ്പൂർ നടക്കാവ് നെരൂദ തിയേറ്റേഴ്സ് ഈ നാടകം പുനരാവിഷ്കാരം നടത്തി അവതരിപ്പിച്ചത്. നാടകത്തിലെ ഓരോ മുഹൂർത്തവും സംവിധായകൻ അനിൽ നടക്കാവ് അതിഗംഭീരമാക്കി. കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയ നടീനടന്മാരായ PP മനോഹരൻ, C മുരളി, V ബാബു, T അരുൺ, ബൈജു, കാഹർ നടക്കാവ്, മനു നടക്കാവ്, ഭാസ്കരൻ വൈക്കത്ത്, സുനിൽ മാണിയാട്ട്, ജ്യോതിസ്, സിന്ധു കാർത്തികപുരം, നിഷ കുഞ്ഞിമംഗലം, ജൈനമ്മ ഡേവിഡ് തുടങ്ങിയവരാണ് അരങ്ങിലെത്തിയത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം വീക്ഷിക്കാൻ നിറഞ്ഞ സദസ്സാണ് നെരൂദ തിയേറ്റേഴ്സ് പരിസരത്തെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നാം സാധാരണ പാലോ പാൽപ്പായസമോ കരിക്കിൻവെള്ളമോ നോക്കിയാണ് കഴിക്കുകയെന്ന് ഈ പത്രക്കറിയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഹോർലിക്സോ പോളിക്കായിരുന്നു. പെരിങ്ങോമേരിയ കർഷക സംഘം സമ്മേളനം ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ KP കുഞ്ഞിക്കോര നഗറിൽ നടന്നു. പെരിങ്ങോമേരിയയിലെ ഭൂപ്രശ്നം പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ഇളമ്പച്ചി K കുഞ്ഞിരാമൻ നഗറിൽ ആരംഭിച്ചു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P ജനാർദ്ദനൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ഇളമ്പച്ചിയിൽ സംഘാടക സമിതി ഒരുക്കിയത്. 24-25 തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത്. ഏരിയ പ്രസിഡന്റ് A അപ്പുക്കുട്ടൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം കർഷക സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഞാനും അംഗമായിട്ടുള്ള അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടന എന്നത് ഈ സംഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ചരിത്രവും വർത്തമാനം നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 935 കേരളത്തിനകത്ത് ആദ്യമായി ഒരു കർഷക സംഘടനാ രൂപം ഉണ്ടായത്.
NV കോരൻ രക്തസാക്ഷി പ്രമേയവും PV ചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ MP കരുണാകരൻ, N രവീന്ദ്രൻ, NV പ്രകാശൻ, C നാരായണൻ, P ജനാർദ്ദനൻ, TV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 25 വൈകിട്ട് ബിരിച്ചേരി ഗേറ്റ് കേന്ദ്രീകരിച്ച് പൊതുപ്രകടനവും ഇളമ്പച്ചിയിലൊരുക്കിയ AB ഇബ്രാഹിം മാസ്റ്റർ നഗറിൽ പൊതുസമ്മേളനവും നടക്കും. KK രാഗേഷ് MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരിങ്ങോം ഏരിയ കർഷക സംഘം സമ്മേളനം ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ KP കുഞ്ഞിക്കോരൻ നഗറിൽ നടന്നു. പെരിങ്ങോം ഏരിയയിലെ ഭൂപ്രശ്നം പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് KP ഗോപാലൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് KP ഗോപാലന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് അങ്ങനെ നടപടണ്ട, അതൊക്കെ സ്വകാര്യ മാനേജ്മെന്റും സ്വകാര്യ മുതലാളിമാരൊക്കെ നോക്കിക്കൊള്ളുമെന്ന അവരുടെ ഈ മുതലാളിത്ത ചിന്തകന്മാരും ധനശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടല്ല, അവരുടെ എല്ലാം ആ പ്രചരണത്തിന് അങ്ങനെ തന്നെ നിഷേധിച്ചുകൊണ്ട് അമേരിക്കൻ ഗവൺമെന്റ് ഖജാനാവുന്ന ലക്ഷക്കണക്കിന് ഡോളർ ഈ മേഖലയിലേക്ക് ബാങ്കിനെ NSE സ്ഥാപനങ്ങളെ സഹായം ചെയ്ത് കൊടുത്തിട്ട് പോലും ഈ പുഴ പരിഹരിക്കാൻ കഴിയുന്നില്ല. P ശശിധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. TR രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പെരിങ്ങോം ഏരിയയിലെ ഭൂപ്രശ്നം പരിഹരിക്കണമെന്ന് സമ്മേളനം പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ MLAയുടെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ ഇൻസൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇന്റർനാഷണൽ ട്രെയിനർ PK ഹാഷിക് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുടെ പഠനശേഷിയും വ്യക്തിത്വ വികസനവും ലക്ഷ്യമാക്കി ഒട്ടേറെ പ്രായോഗിക നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ചടങ്ങിൽ GD നായർ അധ്യക്ഷത വഹിച്ചു. YV സുകുമാരൻ, KTN ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 150ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ഉളിയത്തുകടവ് ശുചീകരിച്ച് കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയേഴ്സ്. NSS ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണം. കാടുമൂടി സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരുന്ന ഉളിയത്തുകടവ് ചരിത്ര സ്മാരകമാണ് കണ്ടങ്ങാളി NSS യൂണിറ്റ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. NSS ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ പരിപാടി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. V ബാലൻ അധ്യക്ഷനായ ചടങ്ങിൽ ആദിത്യൻ RS, മാളവിക K എന്നിവർ സംസാരിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ PP അശോകൻ മാസ്റ്റർക്ക് സ്കൂളിൽ അനുമോദനം നൽകി. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ കായിക മേഖലയിൽ നിറസാന്നിധ്യമാണ് PP അശോകൻ മാസ്റ്റർ. 19 വർഷത്തോളം കാസർഗോഡ് ജില്ലാ സ്കൂൾ കബഡി ടീമിന്റെ പരിശീലകൻ. അതിൽ 13 വർഷം സംസ്ഥാന കബഡി ചാമ്പ്യന്മാരായിരുന്നു കാസർഗോഡ്. ഇന്ത്യൻ ഫുട്ബോൾ ക്യാമ്പിലെത്തിയ നിരവധി താരങ്ങളെ വളർത്തിയെടുത്തു. കബഡി, തൈക്കൊണ്ടോ എന്നിവയിൽ നിരവധി നാഷണൽ താരങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്തു. GHSS ഉദിനൂരിൽ 1996 മുതൽ കായികാധ്യാപകനായി പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായി സംസ്ഥാന സുബ്രതോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സ്കൂൾ ടീമിന്റെ ശില്പി അശോകൻ മാസ്റ്ററാണ്. 2010 മുതൽ സ്കൂളിൽ അനുവദിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ചാർജുള്ള കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി ഓണററി SI റാങ്കിൽ പ്രവർത്തിച്ചു വരികയാണ് അശോകൻ മാസ്റ്റർ. സ്കൂളിലൊരുക്കിയ അനുമോദന പരിപാടി കാസർഗോഡ് MP P കരുണാകരൻ അശോകൻ മാസ്റ്റർക്ക് ഉപഹാരം നൽകി നിർവഹിച്ചു. പൗരാവലിക്ക് വേണ്ടിയും സ്കൂളിനു വേണ്ടിയും വെവ്വേറെ ഉപഹാരങ്ങൾ നൽകി. അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് അശോകൻ മാസ്റ്റർക്കുള്ള അവാർഡെന്ന് MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, കായികാധ്യാപകർ എന്ന നിലയിൽ പലപ്പോഴും ബെസ്റ്റ് അവാർഡ് അവരിൽ എത്തിച്ചേരാറില്ല. കാരണം കായിക രംഗത്ത് മാത്രമാണല്ലോ അവരുടെ പ്രവർത്തനവും കാര്യങ്ങളും. പക്ഷേ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് അശോകൻ മാസ്റ്റർ നടത്തിയിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ വായിച്ച വിവരണം തന്നെ. ആ നിലയിൽ നമ്മുടെ സ്കൂളിനും അതുപോലെ തന്നെ ജില്ലക്കും അഭിമാനിക്കാവുന്നതാണ് ശ്രീ അശോകൻ മാസ്റ്ററുടെ പ്രവർത്തനം. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് DDE മഹാലിംഗേശ്വര രാജ്, കാഞ്ഞങ്ങാട് DEO KP പ്രകാശ് കുമാർ, SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ KV രവി, ചെറുവത്തൂർ AEO T സദാനന്ദൻ, പ്രിൻസിപ്പൽ ഷീല കുഞ്ഞിപ്പുരിയിൽ, KV വിനയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു.
PTA പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും ഹെഡ്മാസ്റ്റർ EP വിജയകുമാർ നന്ദിയും പറഞ്ഞു. അനുമോദന ചടങ്ങിന് മുൻപായി അശോകൻ മാസ്റ്ററെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും നടന്നു. നടക്കാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ PTA ഭാരവാഹികളും SPC കേഡറ്റുകളും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സ്വന്തം പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരങ്ങളും ലോട്ടറിയും വിറ്റ് പയ്യന്നൂരിൽ ഒരാൾ. കയ്യൂർ സ്വദേശിയായ രാമകൃഷ്ണൻ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി കവിതയുടെയും ഭാഗ്യാന്വേഷണത്തിന്റെയും നടുവിൽ കഴിയുന്നത്. പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരങ്ങൾ 4 എഴുത്തിന്റെ മികവ് കൊണ്ട് മലയാള സാഹിത്യ ലോകത്തെ പ്രമുഖർ പങ്കെടുത്ത ക്യാമ്പുകളിൽ വരെ പങ്കെടുക്കാൻ അവസരം. ഇതെല്ലാമായിട്ടും ജീവിക്കാൻ ഭാഗ്യം വിൽക്കുകയാണ് ഇവിടെയൊരു കവി. കയ്യൂരിൽ നിന്നും അതിരാവിലെ ലോട്ടറി വിൽക്കാനായി പയ്യന്നൂർ നഗരത്തിലെത്തുന്ന രാമകൃഷ്ണൻ എന്ന കവി. പെയ്യാതെ പെയ്ത മഴ, നിയോഗം, പുഴയൊഴുകുന്നു, വിട്ടുപോകുന്ന അക്ഷരങ്ങൾ എന്നിങ്ങനെ 4 കവിതാ സമാഹാരങ്ങൾ എഴുതിയ രാമകൃഷ്ണൻ രശ്മി സദനം എന്ന കവിക്കു പക്ഷേ ജീവിതം എന്നും വിട്ടുപോയ അക്ഷരങ്ങൾ പോലെ ക്രമം തെറ്റിയതായിരുന്നു. 18-ാം വയസ്സിൽ കവിതയുടെ ലോകത്തേക്കെത്തിയ രാമകൃഷ്ണനെ അത് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള കൂട്ടായി. അറിയാവുന്ന തൊഴിലെടുത്ത് ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല. എന്നിട്ടും എഴുത്തിന്റെ വഴിയിലൂടെ മാത്രം നടന്നു. മനസ്സിൽ വിങ്ങി നിന്ന ചിന്തകൾ അക്ഷരങ്ങളായി വഴിയിലിരുന്ന് കുറിച്ചു. അടുത്ത കൂട്ടുകാരെ മാത്രം കാണിച്ചു. അവരുടെ സഹായത്തോടെ തന്നെ അത് പുസ്തകമാക്കി. കത്തിയേന്തി കുതിക്കുന്ന നേരം ക്ഷയിക്കുന്നു ധർമ്മം, വിലക്കുന്നു മാർഗം. ചിലയ്ക്കുന്നതില്ല വിഷുപ്പക്ഷിയെങ്ങും, വിഷാദം പടർത്തും വെറും മൂളൽ മാത്രം. എന്നാലും വായിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ആദ്യം കഥകളിൽ തന്നെ അത്യാവശ്യം കഥ, പിന്നെ ഗാനങ്ങൾ എഴുതും. പിന്നെ ഞാൻ അങ്ങനെ കവിതയിലേക്ക് വന്നു പോയതാണ്. കവിത എനിക്കൊരു എൻ്റെ ഒരു തട്ടകം എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ കവിതയിലേക്ക് വരാനുള്ള സാധ്യത. ചെറുപ്പത്തിൽ ഇങ്ങനെ അച്ഛൻ നാട് വിട്ടുപോയ അവസ്ഥയായിരുന്നു. അച്ഛൻ പോയ ഒരു ഓർമ്മയിലിട്ട് ആദ്യം ഒരു കവിത എഴുതുന്നു. ചെറുപ്പത്തിലൊരു ഓർമ്മയായിട്ട് അത്ര ഓർക്കുന്നില്ല, കുറേ വർഷം മുമ്പ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ശ്രമകരമായ ജോലിയെടുക്കുന്നതിൽ നിന്നും രാമകൃഷ്ണനെ വിലക്കിയതോടെയാണ് ലോട്ടറി വിൽപ്പനയ്ക്ക് ഇറങ്ങിയത്. താൻ എഴുതിയ കവിതാ സമാഹാരങ്ങളും ലോട്ടറിയോടൊപ്പം വിറ്റു. അവസാനം പുറത്തിറങ്ങിയ വിട്ടുപോകുന്ന അക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരം സ്വന്തം വേദനകൾ തന്നെയാണ്. കവിതകൾ കണ്ട് ഇഷ്ടപ്പെട്ട് 1994 നടന്ന കേരള സാഹിത്യ അക്കാദമി ക്യാമ്പിലേക്ക് രാമകൃഷ്ണന് ക്ഷണം ലഭിച്ചിരുന്നു. അന്ന് പരിചയപ്പെട്ട മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാർക്കെല്ലാം കത്തുകൾ അയക്കുന്നത് രാമകൃഷ്ണൻ ഇപ്പോഴും തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടക്കുന്ന എല്ലാ സാഹിത്യ പരിപാടികളിലും ഈ കവിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അപ്പോഴും കയ്യിലുള്ള കവറിൽ ലോട്ടറി ടിക്കറ്റുകളും ഉണ്ടാകും. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥ പഠനത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കാനും അത്തരം വിദ്യാർത്ഥികളെ പഠനാന്തരീക്ഷത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുമുള്ള പദ്ധതിയുടെ ഭാഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ട 20 വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും നൽകിയത്. വിദ്യാലയത്തിലെ സ്റ്റാഫ് കൗൺസിലും ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിതരണോദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. അവരുടെ കുടുംബപരമായ പ്രാരാബ്ധങ്ങൾ മൂലം ഒത്തിരിയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അവർ മിടുക്കരായി പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പം അവരെ അങ്ങനെ പ്രയാസകരമായ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്, സഹായിക്കേണ്ടത് സഹപാഠികളുടെ കടമയാണ്, PTA-യുടെ കടമയാണ്, അധ്യാപകരുടെ കടമയാണ്. ആ നിലയിലാണ് നമ്മുടെ ഒരു മനസ്സിൻ്റെ ആർദ്രതയാണ് ഈ ചടങ്ങിലൂടെ നമ്മൾ വെളിവാക്കുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP ഫൗസിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രവി, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K റീത്ത, പഞ്ചായത്ത് അംഗം AG സെറീന, അഡ്വക്കേറ്റ് MTP അബ്ദുൽ കരീം, KP സുഹ്റ, സ്കൂൾ പ്രിൻസിപ്പൽ കീർത്തിമോഹൻ KS, സീനിയർ അസിസ്റ്റന്റ് PV അശോകൻ, സ്റ്റാഫ് സെക്രട്ടറി KV പത്മനാഭൻ, പ്രധാനാധ്യാപകൻ ഗംഗാധരൻ വെള്ളൂർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗം പയ്യന്നൂർ നഗരസഭയിലെ കോറോ മേഖലയിൽ കൊതുകു സാന്ദ്രത പഠനവും ഉറവിട നശീകരണവും ബോധവൽക്കരണവും നടത്തി. ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ, സിക എന്നീ രോഗങ്ങൾ പരത്തുന്ന ഈഡിസ് കൊതുകിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും
ഇവ ഇല്ലാതാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടെ നടത്തുകയും ചെയ്തു. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ നഗരസഭ കൗൺസിലർ രവീന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. പയ്യന്നൂർ കോളേജ് SFI പഠന ക്യാമ്പ് സെമിനാർ ഹാളിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും വിവിധ കലാപരിപാടികളും നടന്നു. സർഗാത്മകമാക്കുന്നത് പ്രണയമായിരുന്നു. പ്രണയം സൃഷ്ടിച്ച ചിന്തകൾ വേദികളില്ലാത്ത ചിന്തകളായിരുന്നു, പ്രതീക്ഷകളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു ക്യാമ്പസിലൂടെ സർഗാത്മകമായി നിലനിർത്തിയത്. ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയ കാലത്തൊരു കവിത വന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്ന സാമ്യാത്യയുടെ ഒരു കവിത അല്ലേ, സഖാവല്ലേ? SFI പയ്യന്നൂർ കോളേജ് യൂണിറ്റ് പഠന ക്യാമ്പ് സെമിനാർ ഹാളിൽ നടന്നു. സാഹിത്യം, സംസ്കാരം, സമൂഹം എന്ന വിഷയത്തിൽ M. വിനയചന്ദ്രൻ മാസ്റ്ററും, സർഗാത്മക ക്യാമ്പസ് എന്ന വിഷയത്തിൽ AV രഞ്ജിത്തും, ലഹരിമുക്ത കലാലയം എന്ന വിഷയത്തിൽ മനോജ് പട്ടാനൂരും ക്ലാസ് എടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും കലാപരിപാടികളും അരങ്ങേറി. തൃക്കരിപ്പൂരിലെ ഓട്ടോ ഡ്രൈവർ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഓട്ടോ തൊഴിലാളി ഷിജുവിനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സംഘം മർദ്ദിച്ചത്. പിറകിൽ വന്ന ഇന്നോവ കാറിന് ഓട്ടോറിക്ഷ സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് ഇന്നോവ കാറിലുണ്ടായിരുന്ന 4 പേർ ഓട്ടോറിക്ഷ ഡ്രൈവർ ഷിജുവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ഉച്ചവരെ തൃക്കരിപ്പൂരിൽ പണിമുടക്കും പ്രഖ്യാപിച്ചത്. വള്ളാപ്പ് റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബിരിച്ചേരി ഗേറ്റ് വരെ ചെന്ന് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഷിജുവിനെ മർദ്ദനമേറ്റ പരിക്കുകളോടെ ചെറുപുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് നീലേശ്വരം CIയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തതിനാൽ സമരം പിൻവലിച്ചതായി യൂണിയൻ നേതാക്കൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. NSS ദിനാചരണത്തിന്റെ ഭാഗമായി SABTM താനേരി സ്കൂൾ NSS യൂണിറ്റ് കാനായിലെ പകൽവീട് സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പച്ചക്കറിത്തോട്ടവും നിർമ്മിച്ചു നൽകി. പകൽവീട് അന്തേവാസികൾക്കൊപ്പം കേക്ക് മുറിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ NSS ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ MI നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് കൗൺസിലർ ലീല, അബൂബക്കർ സിദ്ദിഖ് PC, സതീശൻ K, VP സതീശൻ, ജാക്സൺ P, രാഘവൻ, KVR കണ്ണൻ, സത്യൻ മാസ്റ്റർ, സമീർ മാസ്റ്റർ, T റമീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹാഫിസ് അസ്ലം ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് പകൽവീടിൽ ജൈവ പച്ചക്കറിത്തോട്ടവും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു. കോക്കാട് ഗ്രാമീണ വായനശാല കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയും കലാവിരുന്നും സംഘടിപ്പിച്ചു. പരിപാടിയേറെ ശ്രദ്ധേയമായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കോക്കാട് ഗ്രാമത്തിൽ ഉത്സവമായി ഘോഷയാത്രയും കലാവിരുന്നും 2 ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത്. ചുമടുതാങ്ങി മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര വായനശാല പരിസരത്ത് സമാപിച്ചു. തുടർന്ന് MC പ്രകാശൻ കോക്കാട്, ശ്രുതി രമേശൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച മഴവില്ല് കലാവിരുന്നും അരങ്ങേറി. നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, അമ്പത്തിരടി കളരി വാവാ, കളരി ഗുരുനാഥൻ വാവാ. നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാട്, അമ്പത്തിരടി കളരി വാവാ, കളരി ഗുരുനാഥൻ. മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ കത്തിക്കളിച്ചൊരു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സാമൂഹ്യനീതി വകുപ്പ് തളിപ്പറമ്പ് അഡീഷണൽ ICDS പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് തല ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പ് തളിപ്പറമ്പ് അഡീഷണൽ ICDS പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ച ന്യൂട്രീഷൻ എക്സിബിഷൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലൻ ഉദ്ഘാടനം ചെയ്തു.
ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നില്ല. പല രാഷ്ട്രീയങ്ങളുടെയും മൂലം കാരണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു കെ അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ DDPO A. വിജയകുമാർ സ്വാഗതം ആശംസിച്ചു. കണ്ണൂർ പ്രോഗ്രാം ഓഫീസർ ബിന്ദു CA, തളിപ്പറമ്പ് ബ്ലോക്ക് മെമ്പർ മോഹനൻ K, HIമാരായ സുരേശൻ, ഗോപാലകൃഷ്ണൻ, ചേയ്ക്കുട്ടി K തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പോഷക സമൃദ്ധമായ 50ഓളം ഇനങ്ങൾ ഭക്ഷണങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ NSS ദിനാചരണം നടത്തി. NSS വളണ്ടിയർമാർ ചെറുതാഴം പ്രാഥമികാരോഗ്യ പരിസരം ശുചീകരിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വളണ്ടിയർമാർ ചെറുതാഴം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പരിസരം ശുചീകരിച്ചു. പ്രവർത്തനോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BV പ്രീത നിർവഹിച്ചു. KV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ N ഷൈജു സ്വാഗതം ആശംസിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ, AV സുരേഷ് ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ക്യാൻസർ രോഗബാധിതനായ നീരജ് P-ക്ക് ചികിത്സയ്ക്കായി സഹപാഠികൾ സമാഹരിച്ച തുക സെപ്റ്റംബർ 25 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി നൽകും. മാറ്റുലി കാലത്തിനനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് കാലത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് മതത്തെ പുതുക്കി പണിയാൻ മതത്തിൻ്റെ ആളുകൾ തയ്യാറാവാത്തതാണ് ഒരു പ്രധാന പ്രശ്നം. കാരണം ലോകവ്യാപകമായി മതത്തിൽ നിന്ന് ആളുകളെ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതോടൊപ്പം തന്നെ മതരഹിതമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മുമ്പോട്ട് പോകേണ്ടത്. ആ അർത്ഥത്തിൽ ബേബി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ മതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന് അത്ര പ്രാധാന്യമില്ല. പക്ഷേ ഈ മതത്തിൻ്റെ വക്താക്കൾ മതമാണ് ഏറ്റവും മികച്ചത് എന്നും ശാസ്ത്രത്തിനുപരിയായി മതം പറയുന്നതാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് പിശക് സംഭവിക്കുന്നത്. അറിയിപ്പുകൾ. അഖില കേരള ബാലജന സഖ്യം മലയാള മനോരമ പയ്യന്നൂർ യൂണിയൻ മുൻകാല പ്രവർത്തകർ ഒരുക്കുന്ന ഒരുമ 2016 സെപ്റ്റംബർ 25 ഞായറാഴ്ച മഹാദേവഗ്രാമം ആരാധന ഓഡിറ്റോറിയത്തിൽ നടക്കും. പയ്യന്നൂർ സർവോദയ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2 മുതൽ 7 വരെ വിവിധ വിദ്യാലയങ്ങളിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ നടത്തുന്നു. പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ 2 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഗാന്ധി പാർക്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തും. യൂണിക് കൊക്കാനിശ്ശേരി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 2ാമത് ജൈവ വാഴ കൃഷിയുടെ വിളവെടുപ്പ് സെപ്റ്റംബർ 25 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊക്കാനിശ്ശേരി മനു ആചാര്യ ക്ഷേത്ര പരിസരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. എരമം കുറ്റൂർ പഞ്ചായത്തിലെ വ്യവസായ എസ്റ്റേറ്റിന് സമീപത്തെ പാറ പ്രദേശം മാലിന്യ കേന്ദ്രമാകുന്നു. മലയാള നാടകവേദിയിൽ വിവാദങ്ങളുടെ കൊടുങ്കാറ്റായി മാറിയ കണിയാപുരം രാമചന്ദ്രന്റെ ഭഗവാൻ കാലുമാറുന്നു നാടകത്തിന് തൃക്കരിപ്പൂർ നെരുത കലാവേദിയിലൂടെ പുനരാവിഷ്കാരം. NSS ദിനം സ്കൂളുകളുടെ നേതൃത്വത്തിൽ ദിനാചരണ പരിപാടികൾ. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ PP അശോകൻ മാസ്റ്റർക്ക് സ്കൂളിൽ അനുമോദനം നൽകി. ഈ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.